30 വർഷമായി ഒരു നാടിന്റെയാകെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ക്വാറി. ബാലുശ്ശേരി വീരമ്പ്രത്ത് 20 ഏക്കറിൽ യാതൊരു നിയന്ത്രണവുമില്ലാതെ ക്വാറി ഖനനം തകൃതിയായി നടക്കുകയാണ്. 9 ഏക്കറിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസാണ് അനുവദിച്ചതെങ്കിലും പാറകൾ തുറന്ന് 20 ഏക്കർ വരെ എത്തി. ഇതോടെയാണ് ജില്ലാ ഭരണകൂടവും മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഖനന പ്രവർത്തനങ്ങൾ ഇതിൻ്റെ കുട്ടികൾക്കൊന്നും ഇവിടെ കിടന്നുറക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അതായത് വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർക്ക് മാനസികമായിട്ട് അവർ തകർന്നൊരവസ്ഥയിലാണ്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ നവംബറിൽ സ്ഥലത്ത് പരിശോധന നടത്തിയ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കടുത്ത നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്. നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് കഴിഞ്ഞ ദിവസം സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു. രാവിലെ തന്നെ ഇത് അവിടുന്ന് അവർ പൊട്ടിക്കാൻ തുടങ്ങും. ഇത്രയും അതിന്റെ മരുന്നുകളൊക്കെ അത്രയും മാരകമായ വിഷ സാധനങ്ങളാണ്. നിയമം ലംഘിച്ചും ക്വാറി പ്രവർത്തനം തുടരുന്ന സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ 2 ദിവസം മുമ്പ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. ഞങ്ങളെ വീടൊക്കെ പൊട്ടി തമർന്നു പോയി. നേരെ രണ്ടാമത് മാറ്റി ഉണ്ടാക്കിച്ച. എന്നിട്ട് ഇപ്പോഴും ഇങ്ങനെ വേറെ പൊട്ടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ജനലൊക്കെ കടകടാന്നുള്ള ശബ്ദ. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം നിതീഷ് ബാലൻ, മീഡിയ 1 കോഴിക്കോട്.